ഹലോ, നമുക്കിന്ന് അല്പം സോയാബീൻ പയറും കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് സോയാബീനല്ല, ഞാൻ കുതിർത്തെടുത്തതാണ് ഇതിലൊരു പാട പോലത്തെ ഒരു ഭാഗമുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ കളയാം. ഇതിന് കാണിക്കാനും വേണ്ടി മാത്രം ഞാനാണ് ഇതിങ്ങനെ ഞെക്കിയെടുത്തതാണ്. അപ്പം ഞാനത് പാടയും കൂടി ഇട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പം കാണിക്കാനായിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത്. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക എല്ലാ സാധനങ്ങളും ഇട്ട് വഴറ്റാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയൊരു സവാള ഉള്ളി അരിഞ്ഞതിടാം. അതിനുശേഷം ഒരു ചെറിയ ഇഞ്ചി, അതിനുശേഷം 2-3 ചെറിയ വെളുത്തുള്ളി, ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം പെരിഞ്ചീരകം, പിന്നീട് ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് ഇതെല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് അല്പം തേങ്ങയും കൂടി ഇട്ട് അതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റാം. തേങ്ങ ഡ്രൈ ആക്കി എടുക്കണ്ട, അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കിയാൽ മതി. പച്ചത്തേങ്ങ തന്നെ അരയ്ക്കുന്നത്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഈ പയറെടുത്ത് കുക്കറിനകത്തിടുക. അരച്ച മിശ്രിതം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്നുകൂടെ ഒന്ന് ഇളക്കി ഉപ്പും ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിലടിച്ചിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. കൂട്ടത്തിൽ അല്പം കരിയാപ്പിലയും കൂടെ ഇടാം. അതവിടെ നിന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട, കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഉള്ളി അരിഞ്ഞതിടുക. ഇച്ചിരി ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് ആ പയറിൻ്റെ മിശ്രിതം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സോയാബീൻ പയർ കറി റെഡി.